കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ദാണ്ട നേരെ പളനിക്ക് പോവാണ് കേട്ടോ. നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. നമ്മൾ പ്രതീക്ഷയെക്കാളും ഒരു മണിക്കൂറിൽ മേലെ നമുക്ക് അവിടെ പോയി. ഞാൻ ഏട്ടന് ചോദിച്ചു, ബാക്കി എല്ലാവരും ഉറക്കമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല കട്ട ഉറക്കത്തിലാണ്. പിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, എന്തായാലും വെളുപ്പിനെ എണീറ്റല്ലേ, അപ്പൊ അവരെ ശല്യം ചെയ്യേണ്ട, നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ട് പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് എത്തിയപ്പോൾ കുറച്ച് ഫോഗ് അടിച്ച് കിടക്കുന്നത് മാത്രമല്ല, കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയുകയും ചെയ്ത്, ഈ സ്ഥലത്ത് ചൂടാവുമ്പോൾ നല്ല ചൂടും തണുപ്പാവുമ്പോൾ ഈ ഒരു രീതിയാണോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ നെന്മാറ വഴിയാണ് കേട്ടോ പോയത്. അതുകൊണ്ട് രണ്ട് സൈഡിലും നിറയെ വയലുകളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറിയപ്പോഴത്തേക്ക് ദാണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെജ് ഹോട്ടലിൽ കയറിയിട്ട് ഒരു നോർമൽ മീലാണ് കേട്ടോ പറഞ്ഞത്. അതിൽ വളരെ കുറച്ച് കറികളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ശരിക്കും എന്റെ കോളേജിലെ മെസ്സൊക്കെ ഓർമ്മ വന്നു കേട്ടോ. കാരണം അതേ സാമ്പാറും രസം ഒക്കെ ആയിരുന്നു കേട്ടോ. അതേ മണമൊക്കെ തന്നെ ആയിരുന്നു. ആ രണ്ട് സാധനങ്ങൾ നമ്മുടെ മെസ്സിൽ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ആ കാര്യമൊക്കെ ജാനോട് ഇങ്ങനെ പറഞ്ഞു വന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ദാണ്ട് പളനി എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു അകലത്തിൽ പളനി മല കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നേ. ശേഷം നമ്മൾ എപ്പോഴും വരുമ്പോൾ റൂം എടുക്കുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ വന്ന് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം താണ്ട് അച്ഛൻ തല മുട്ടയടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ താണ്ട് തലമുടിയൊക്കെ ഒന്ന് മുട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനും താണ്ട് മുണ്ടനം ചെയ്യാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഞാനും ജാനൂട്ടൊക്കെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ജാനൂട്ടൻ താണ്ട് പുതിയ പട്ടുവാടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഏട്ടനും മുണ്ടനൊക്കെ ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ എല്ലാവരും തൊഴാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തൊഴുതിട്ട് വന്നിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് ബൈ ബൈ.